ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പരമാവധി പരിശ്രമിച്ചിരുന്നു. പ്രധാനപ്പെട്ട കാരണം ഞാനൊന്ന് ക്ഷണിക്കാൻ വന്നപ്പോൾ അച്ഛനോടും പറഞ്ഞു, സ്റ്റിഗ്മ ഇല്ലാത്ത ഒരാൾ അതിനെക്കുറിച്ച് ഒന്ന് പറയുമ്പോൾ അതിനൊരു ഒരു ക്വാളിറ്റി കുറവുണ്ടല്ലോ. എങ്കിലും ഇവിടെ പ്രിൻസിലച്ചൻ പറഞ്ഞതുപോലെ എനിക്ക് ഫ്രാൻസിസ്കൻ ട്രഡീഷൻ ഉള്ളിൽ വലിയ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ പാലായിൽ വന്ന വർഷം തന്നെ അന്നത്തെ ഹൗസ് സൂപ്പീരിയറോട് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു, എനിക്ക് ഇവിടെ ഒരു മുറി വേണം, എൻ്റെ ഔദ്യോഗിക ജോലികളൊക്കെ തീരാറാകുന്ന സമയത്ത് വന്ന് താമസിക്കാൻ. കാലാകാലങ്ങളിൽ വരുന്ന സുപ്പീരിയർ അച്ഛന്മാരും പ്രൊവിൻഷ്യലച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട് ആ മുറി ഇവിടെ ഉണ്ട് കേട്ടോ എന്ന്. ജോർജ് അച്ഛൻ മാത്രമേ ഇതുവരെ അത് ആവർത്തിച്ച് പറയാത്തുള്ളൂ. അതെ, അച്ഛനും പറയും. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു തീമാണ് അസിസിയിലെ ഫ്രാൻസിസ് പുണ്യവാൻ ക്ലാര പുണ്യവതി, ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവിൻ്റെ ഇടപെടലുകളെല്ലാം. ഞാനൊരു യഹൂദ കഥ ഓർമ്മിപ്പിക്കുകയാണ്. സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിൻ്റെ ചുറ്റും മാലാഖമാർ നിൽപ്പുണ്ടായിരുന്നു. ഒരാൾ ഒരു പാത്രത്തിൽ സൗന്ദര്യത്തിൻ്റെ 10 കഷ്ണങ്ങൾ പിടിച്ചിരിക്കുകയാണ്. ദൈവം അതിൽ 9 എണ്ണവും എടുത്ത് ജെറൂസലമിന് കൊടുത്തു. ബാക്കി 1 കഷ്ണം മാത്രമാണ് മറ്റെല്ലാ രാജ്യങ്ങൾക്കുമായിട്ട് കൊടുത്തത്. രണ്ടാമത്തെ മാലാഖ ജ്ഞാനത്തിൻ്റെ 10 കഷ്ണങ്ങളുമായിട്ടുള്ളൊരു പാത്രം പിടിച്ചിരിക്കുകയായിരുന്നു. ദൈവം 9 എണ്ണം എടുത്ത് ജെറൂസലമിന് കൊടുത്തു. ബാക്കി 1 കഷ്ണമാണ് മറ്റ് രാജ്യങ്ങൾക്കെല്ലാം വേണ്ടി കൊടുത്തത്. മൂന്നാമത്തെ മാലാഖ ആത്മീയതയുടെ പാത്രവുമായിട്ട് 10 കഷ്ണങ്ങളായിട്ട് നിന്നു. ദൈവം 9 എണ്ണം എടുത്ത് ജെറൂസലമിന് കൊടുത്തു. 1 മാത്രമേ മറ്റ് ജനങ്ങൾക്ക് കൊടുത്തുള്ളൂ, രാജ്യങ്ങൾക്ക്. അങ്ങനെ ആ പട്ടിക നീണ്ടുപോയി. അവസാനത്തെ മാലാഖ വേദനകളുടെ 10 കഷ്ണങ്ങൾ ഉള്ള പാത്രവുമായിട്ട് വന്നു നിന്നു. അപ്പോഴും ദൈവം 9 എണ്ണം ജെറൂസലമിന് കൊടുത്തു. 1 എണ്ണം മാത്രമേ മറ്റ് ജനതകൾക്കായിട്ട് മാറ്റിവെച്ചുള്ളൂ. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഈ കഥ പറഞ്ഞു വരുമ്പോൾ വേദനകളുടെ 9 എണ്ണം വന്നപ്പോൾ അതെല്ലാം മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുകയും 1 എണ്ണം മാത്രമേ ജെറൂസലമിന് കൊടുത്തു കാണുകയുള്ളൂ എന്ന്. എല്ലാ കാര്യങ്ങളിലും ജെറൂസലത്തെ മുൻപന്തിയിൽ കണ്ട ദൈവം വേദനകളും അതുപോലെ കൊടുത്തു. ഞാൻ കരുതുന്നത് ആത്യന്തികമായിട്ട് ഈ വേദനയാണ് ഈശോ അനുഭവിച്ച വേദന. ആ വേദനയാണ് ബിബ്ലിക്കലായിട്ടും ശരിക്ക് തിയോളജിക്കലായിട്ടും ദ സ്റ്റിഗ്മാത്ത എന്നുള്ളതാണ്. അതേക്കുറിച്ചാണ് പ്രൊവിൻഷ്യലച്ഛൻ ഇവിടെ പറഞ്ഞത്, ഈശോയോട് താതാത്മ്യപ്പെടുന്നതിൻ്റെ ആവശ്യകത. ജെറൂസലത്തിന് ദൈവം വേദനകളും സമൃദ്ധമായിട്ട് നൽകിയപ്പോൾ അതിൻ്റെ അർത്ഥം ആ വേദനകളിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഈശോയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് നമ്മളുടെ പ്രയാസങ്ങൾക്കും വേദനകൾക്കുമൊക്കെ അർത്ഥവും ആഴവും കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. സ്റ്റിഗ്മാത്ത ഒരു മാർക്കിംഗ് ആണ്, ഒരു ഇംപ്രഷനാണ്. മായാത്ത മുദ്ര പോലെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന കാര്യമാണ്. ഞാൻ ഈ അടുത്ത നാളിൽ വായിച്ച ഒരു തിയോളജി പുസ്തകത്തിൽ ഒരു ചെറിയ വാക്യം കണ്ടു. ഇറ്റ് ഈസ് ഹാർഡ് ടു ബി എ സെയിൻറ്റ് ഇൻ ദ സിറ്റി. ഒരു പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് വിശുദ്ധനാവുക അത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് ഹാർഡ് ടു ബി എ സെയിൻറ്റ് ഇൻ ദ സിറ്റി. അതിൻ്റെ ഒരു ഉത്തരമായിരിക്കാം മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അസിസിക്ക്, ഫ്രാൻസിസിന് സ്റ്റിഗ്മാത്ത ലഭിച്ചത്. ലവർണ, നല്ല പച്ചപ്പുള്ള, വാക്കിൻ്റെ അർത്ഥം അതാണല്ലോ. ലവർണ മലയിൽ
നല്ല പച്ചപ്പുള്ള മലമുകളിൽ ഏകാന്തതയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം കൊടുത്ത ഒരു അടയാളമാണ് ഈ സ്റ്റിഗ്മാത്ത. അത് ആ കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസിൻ്റെ കാലഘട്ടം നമുക്ക് അറിയാം. 1181 മുതൽ 1226 വരെയുള്ള ചുരുങ്ങിയ ഒരു കാലഘട്ടം, 45 വർഷങ്ങൾ മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അത്ഭുതകരമായ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതിൻ്റെ ചരിത്രമാണ് നമ്മൾ ഓർക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നത്. അസീസി വലിയൊരു കേന്ദ്രമാകുന്നത് ഈ ഫ്രാൻസിസിൻ്റെ ഓർമ്മകൾ അവിടെ നല്ലതുപോലെ സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തോട് കുരിശിൽ നിന്ന് ഈശോ പറഞ്ഞല്ലോ, ഗോ ആൻഡ് റിപ്പയർ മൈ ചർച്ച് വിച്ച് യു സീ ഇൻ ഫാളിങ് ഡൗൺ. ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന ആ സഭയെ പുനരുദ്ധരിക്കുക. അതവിടുത്തെ ചെറിയ പള്ളിയെക്കുറിച്ച് മാത്രം ആയിരിക്കുകയില്ല, സാൻ ദമിയാനോയെക്കുറിച്ച് മാത്രം ആയിരിക്കുകയില്ല, പോർസിയൻകുളായെക്കുറിച്ച് മാത്രം ആയിരിക്കുകയില്ല, അവിടെ ഒരുപക്ഷെ ഉണ്ടായിരുന്ന ആശ്രമത്തെക്കുറിച്ചും ആയിരിക്കുകയില്ല. ഈശോയുടെ ശരീരമാകുന്ന ആ സഭയെ പ്രാർത്ഥന വഴി പടുത്തുയർത്തുവാനും അതിനെ വലുതാക്കാനുമുള്ള ഒരു ആഹ്വാനമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ദി എക്സ്പീരിയൻസ് ഓഫ് ദ ഇംപ്രഷൻ ഓഫ് സ്റ്റിഗ്മാത്ത ഓൺ മൗണ്ട് ലാവർണ in 1224 was really a marking, a scar for the future church. അത് സഭയിൽ ഇന്നും തികച്ച് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ്കൻ ലെഗസി വളരെയേറെ കണ്ടെത്തുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആൾ തന്നെയാണ്. അങ്ങനെയുള്ള ഫ്രാൻസിസ്കൻ ലെഗസിയാണ് ദൈവശാസ്ത്രപരമായ അർത്ഥത്തിൽ ഈ സ്റ്റിഗ്മാത്തയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴും പഠിക്കുമ്പോഴുമൊക്കെ മനസ്സിലേക്ക് എടുക്കേണ്ടതും. ഹി വാസ് പ്രീച്ചിങ് ടു ദ ബേർഡ്സ്. പക്ഷികളോട് സംസാരിച്ചു. ഒരുപക്ഷെ ആളിനെ കിട്ടാഞ്ഞിട്ടുമായിരിക്കാം. കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതേപടി സ്വീകരിക്കാനൊന്നും ആളുകൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പക്ഷികളോട് സംസാരിച്ചു. അതിനെക്കുറിച്ച് സഭയുടെ പിതാക്കന്മാർ പറഞ്ഞു, അത് പർദീസായിലുള്ള പാപത്തിന് മുമ്പുള്ള ആ അവസ്ഥ ആദം പക്ഷികളോട് സംസാരിച്ചിരുന്നു. ആ ഒരു നിർമ്മലമായ അവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നീട് അത് ഈശോയുടെ സഹനങ്ങളുമായിട്ട് ഇപ്പോഴത്തെ സഭ നല്ലതുപോലെ അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. ഏറ്റവും വലിയ എക്സ്റ്റസിയിലേക്ക് പോകുമ്പോഴും നമുക്കിത്തരത്തിലുള്ള സ്റ്റിഗ്മാത്തകൾ ഉണ്ടാകാം. സെയിൻറ്റ് പോൾ ഫെൽറ്റ് എ തോൺ ഈവൻ ഇൻ ദ പീക്ക് ഓഫ് ഹിസ് എക്സ്റ്റസി, ദ തേർഡ് ഹെവൻ. മൂന്നാം സ്വർഗത്തിൽ അദ്ദേഹം ശരീരത്തോടു കൂടിയോ അല്ലാതെയോ അവിടെ പ്രവേശിച്ച് അതിൻ്റെ മുന്നാസ്വാദനം എടുത്തപ്പോഴും അദ്ദേഹത്തിൽ വേദനകളുടെ ഒരു കൂമ്പാരമുണ്ടായിരുന്നു. എല്ലാ മനുഷ്യൻ്റെയും ചരിത്രം അതൊക്കെ തന്നെയായിരിക്കും. സെയിൻറ്റ് ഐറനേവൂസ് പറയുന്നുണ്ട്, ദ ഡൈയിങ് ഗ്രെയിൻ ബിക്കംസ് ദ യൂക്കരിസ്റ്റ്. അൽഫോൻസാമയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം അതാണല്ലോ, നിലത്ത് വീണ് അഴിയുന്ന ആ ഗോതമ്പ് മണിയാണ് ഫലം നൽകുന്നത്. അങ്ങനെ ആത്മീയമായ ലോകത്തിൽ വലിയ സംഭാവനകൾ നൽകാനായിട്ട് പുണ്യവാന്മാർക്ക് ശിശി പുണ്യവാന് കഴിഞ്ഞിട്ടുണ്ട്. പൗലോസ് ആറാമൻ മാർപ്പാപ്പ ആണ് ഈ സ്റ്റിഗ്മാത്തയെ ഔദ്യോഗികമായിട്ട് സഭയ്ക്ക് സമാനമായിട്ട് നൽകിയത്. ഫീസ്റ്റ് ഓഫ് സ്റ്റിഗ്മാത്ത ഓഫ് അസിസി.
എ ഫീസ്റ്റ് ഡേ ഓഫ് ദ ഫ്രാൻസിസ്കൻ കമ്മ്യൂണിറ്റീസ് ഇൻ ദ പ്ലൂറൽ. ഇവിടെയും അതാണല്ലോ, അച്ഛന്മാരും സമർപ്പിതരും അൽമായ മൂന്നാം സഭക്കാരും. എ ഫീസ്റ്റ് ഡേ ഓഫ് ദ ഫ്രാൻസിസ്കൻ കമ്മ്യൂണിറ്റീസ്. വളരെ അർത്ഥവത്തായ ഒരു പബ്ലിക്കേഷനായിരുന്നു പരിശുദ്ധ പിതാവ് അന്ന് നൽകിയത്. ഈ സ്റ്റിഗ്മാത്ത അർത്ഥമാക്കുന്നത് ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ദ വൂണ്ട്സ് ഫ്രം ദ നെയിൽസ് ആൻഡ് ലാൻസർ ക്രൈസ്റ്റ് സഫേർഡ് ഡ്യൂറിങ് ഹിസ് ക്രൂസിഫിക്ഷൻ. ഈശോയുടെ കുരിശുമരണ സമയത്ത് ആണികൾ കൊണ്ടും കുന്തം കൊണ്ടും ഈശോ സ്വീകരിച്ച മുറിവുകളാണ് യഥാർത്ഥത്തിലുള്ള സ്റ്റിഗ്മാത്ത. ഞാൻ ആ കഥയിലൂടെ 9 കഷ്ണം വേദനകൾ ദൈവം ജെറൂസലത്തിന് കൊടുത്തപ്പോഴും ഈ ക്രിസ്റ്റോളജിക്കൽ ഡെസ്റ്റിനി തന്നെയാണ് ആ യഹൂദ കഥയിൽ ഉള്ളത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവരത് പറയുകയില്ലല്ലോ, യഹൂദന്മാരത് പറയുകയില്ലല്ലോ, ഈശോയാണ് അതിൻ്റെ ക്ലൈമാക്സ് എന്ന്. പക്ഷെ നമുക്ക് അത് വായിച്ചെടുക്കാനായിട്ട് യാതൊരു വിഷമവുമില്ല. അതുകൊണ്ട് സ്റ്റിഗ്മാത്തകളുടെ അർത്ഥം, അതിൻ്റെ ആത്മീയമായ അടിത്തറ ക്രൂശിക്കപ്പെട്ട ഈശോയുടെ മുറിവുകളാണ്. 2 കൈകളിലും 2 കാലുകളിലും പാർശ്വത്വം വന്ന 5 മുറിവുകളാണ് പഞ്ചക്ഷതങ്ങൾ അല്ലെങ്കിൽ സ്റ്റിഗ്മാത്ത എന്ന് അറിയപ്പെടുന്നത്. ഇത്തരം വേദനകളെ നമുക്ക് ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ചെറിയ വേദനകൾ വരുമ്പോൾ പോലും ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞല്ലോ, അച്ഛന്മാരും സമർപ്പിതരുമൊക്കെ ഒരു കൊമ്പൻ മുളക് 6 മാസം ഭരണിക്കകത്ത് ഉപ്പിലിട്ട് വെച്ചെടുത്താൽ എങ്ങനെയിരിക്കും, അതുപോലെ മുഖം പൊറിപ്പിച്ച് നടക്കുന്നവരാണ് എന്ന് നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞതാ. ഒരു കൊമ്പൻ മുളക് ഉപ്പിനകത്ത് ഭരണിക്കകത്തിട്ട് 6 മാസം കഴിയുമ്പോൾ എടുത്ത് നോക്കിയാൽ നല്ല വീർത്തിരിക്കും. അങ്ങനെ വീർപ്പിച്ച മുഖവുമായിട്ട് നടക്കുന്നവരാണ് നമ്മളൊക്കെ എന്ന് മാർപ്പാപ്പ പറയുന്നത്. നമുക്കൊരു തിരുത്തലിൻ്റെ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മീയ ആനന്ദത്തിൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു സൂചനയായിട്ട് കരുതണം. സ്റ്റിഗ്മാത്ത ഈസ് എ സൈൻ ഓഫ് യൂണിയൻ വിത്ത് ദ സഫറിങ് ക്രൈസ്റ്റ്. അതാണ് അതിൻ്റെ കാതൽ. യൂണിയൻ വിത്ത് ദ സഫറിങ് ക്രൈസ്റ്റ്. ഇറ്റ് ബ്രിങ്സ് എ ഗ്രേറ്റ് സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ സഫറിങ് ടു ദ പേഴ്സൺ ഹൂ ബേഴ്സ് ഇറ്റ്. സ്റ്റിഗ്മാത്ത കിട്ടിയവരൊക്കെ വാവിട്ട് കരഞ്ഞവരാണ്. അതുപോലെ വേദനാജനകമായ ഒരു കാര്യമാണിത്. പോൾ റിസീവ്ഡ് ദ വൂണ്ട്സ് ഓഫ് ക്രൈസ്റ്റ്. ഐ ബെയർ അപ്പോൺ മൈ ബോഡി ദ മാർക്സ് ഓഫ് ക്രൈസ്റ്റ്. എൻ്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ഞാൻ വഹിക്കുന്നു. ഗലാത്യ 6:17. I bear upon in my body the marks, the stigmata of Christ. പൗലോസിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആധ്യാത്മികത അതാണല്ലോ. അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് മറിഞ്ഞു വീണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതല്ല. 3 വർഷക്കാലം അറേബ്യയിൽ പോയി ഹിമാലയലിൻ്റെ അടുത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു നോക്കി. അദ്ദേഹം വലിയ യഹൂദനായിരുന്നു, ക്രൈസ്തവ ചിന്തകൾക്കെതിരായിരുന്നു, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനായിരുന്നു. പക്ഷേ ആ ധ്യാനത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയെടുത്തത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ കൾമിനേഷൻ ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് എന്നാണ്. ജുഡൈസത്തിൻ്റെ പൂർത്തീകരണം ഈശോയാണെന്ന് പൗലോസ് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവാണ് അദ്ദേഹത്തെ അന്നത്തെ അറിയപ്പെടുന്ന ലോകം മുഴുവൻ, യൂറോപ്പ് മുഴുവൻ ഈശോയുടെ സന്ദേശവുമായിട്ട് പോകാനായിട്ട് പ്രാപ്തനാക്കിയതും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റിയത്, എൻ്റെ ശരീരത്തിൽ ഞാൻ ഈശോയുടെ സഹനത്തിൻ്റെ മാർക്സ് സ്റ്റിഗ്മാത്ത
സ്വന്തമാക്കുന്നു എന്ന്. റെനൈസാൻസ് കാലഘട്ടം കഴിഞ്ഞ് ഉള്ള വലിയൊരു പെയിൻറ്ററാണ് ജിയോത്തോ എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ. ജിയോത്തോ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ എവിടെയെങ്കിലും മഠങ്ങളിലോ കണ്ടേക്കാമായിരിക്കും. അവിടെ ഈ അസീസി പുണ്യവാളൻ സ്റ്റിഗ്മാത്ത സ്വീകരിക്കുന്ന ഒരു ഐക്കണാണ് അദ്ദേഹത്തിൻ്റെ. ലോകം കീർത്തി നേടിയെടുത്ത ഒരു ഐക്കണാണ്. അതിൽ അസീസി ലാബർനായിലെ മലമുകളിൽ കൈവിരിച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ക്രൂശിതനായ ഈശോ ചിറകുകൾ ധരിച്ച് വനമേഘത്തിൽ മുകളിൽ പ്രത്യക്ഷപ്പെട്ട് ഈ സ്റ്റിഗ്മാത്താകൾ ഈ അസീസിക്ക് ഫ്രാൻസിസിന് കൊടുക്കുകയാണ്. ബീംസ് ഓഫ് ലൈറ്റ് പ്രൊസീഡഡ് ഫ്രം എ വിങ്ഡ് ക്രൈസ്റ്റ്. ചിറകുകളുള്ള പറന്നു നിൽക്കുന്ന ഒരു ഈശോ അവിടെ പ്രത്യക്ഷപ്പെട്ട് അസീസിയിലെ ഫ്രാൻസിസിന് ഈ തിരുമുറിവുകൾ സമ്മാനിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ഐക്യൻ എന്ന് പറയുന്നത് സഭയുടെ ഹൃദയത്തിൽ നിന്ന് ആളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആധ്യാത്മിക വിചാരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ത്രൂ ദ മിറക്കിൾസ് ഓഫ് സ്റ്റിഗ്മാത്ത, ഫ്രാൻസിസ് വാസ് ഏബിൾ ടു ട്രൂലി എംബോഡി the words of 2 Corinthians. We are always carrying in the body the death of Jesus, so that the life of Jesus may also be made visible in our bodies. ഉദ്ധിതനായ ഈശോയുടെ അടയാളങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടി കർത്താവിൻ്റെ മുറിവുകളും നമ്മൾ കൊണ്ടു നടക്കുന്നു. നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോമാശ്ലീഹായുടെ മിശിഹാനുഭവം അതായിരുന്നല്ലോ. മുറിവുകളോടുകൂടി പ്രത്യക്ഷപ്പെട്ട ഉദ്ധിതനാണ് തോമായുടെ ഏറ്റവും വലിയ കരുത്ത്. മറ്റ് ശിഷ്യന്മാർ അതുവരെ ഉദ്ധിതനെ ലോർഡ്, നാഥ എന്നൊക്കെ ഒരുവിധം വിളിക്കാൻ പഠിച്ചെങ്കിലും മുറിവുകളോടുകൂടി ഉത്ഥാനം ചെയ്തവനെ കണ്ടപ്പോൾ തോമാ പറഞ്ഞു, മൈ ലോർഡ് ഈസ് മൈ ഗോഡ്. അതാണ് ആ അനുഭവത്തിൻ്റെ ഒരു ഹയർ ഡൈമെൻഷൻ. മൈ ലോർഡ് ഈസ് മൈ ഗോഡ്. ഈ നാഥൻ എൻ്റെ ദൈവമാണ്. മാർ വലാഹ്, മൈ ലോർഡ് ഈസ് മൈ ഗോഡ്. അതൊരു ഉയർന്ന അനുഭവമാണ്. മറ്റു ശ്ലീഹന്മാരിൽ നിന്ന് തോമായെ വ്യത്യസ്തനാക്കുന്ന അനുഭവമാണ്. അത് ഈ മുറിവുകളാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. അത്തരം ബിബ്ലിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫ്രാൻസിസ്കൻ ഡേയിൽ നമ്മളും ഹൃദയത്തിൽ എടുക്കേണ്ടത്. ഇത് വലിയൊരു അടയാളപ്പെടുത്തലാണ്. ആ അടയാളപ്പെടുത്തൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ക്ലെമൻ്റ് ഓഫ് റോം പറഞ്ഞതുപോലെ ഓരോ വിശ്വാസിയും ഈശോയെപ്പോലെയാകണം. ആൾത്തർ ക്രിസ്തുസ്, അതാണ് ഓരോ വിശ്വാസിയും ആൾത്തർ പരാക്ലെത്തോസ് ആകണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കണം. ഓരോ വിശ്വാസിയും ആൾത്തര എക്ലീസിയ ആകണം. മറ്റൊരു സഭ, നല്ല സഭ, ആൾത്തർ ക്രിസ്തുസ്, ആൾത്തർ പരാക്ലെത്തോസ്, ആൾത്തര എക്ലീസിയ എന്നുള്ളത് ഈ സ്റ്റിഗ്മാത്താകളുടെ ഐഡൻറ്റിറ്റി വഴി മാത്രമേ നമുക്ക് പറയാനും സ്വീകരിക്കാനും പറ്റുകയുള്ളൂ. ഈശോയുടെ അടയാളം നമ്മുടെ മുഖത്തില്ലെങ്കിൽ, നമ്മുടെ വാക്കുകളില്ലെങ്കിൽ എന്താണ് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത്? നമുക്കൊന്നും കൈമാറ്റം ചെയ്യാനില്ല. അപ്പം അതുകൊണ്ടാണ് ഈ സ്റ്റിഗ്മാത്ത എസെൻഷ്യലായിട്ട് ബിബ്ലിക്കലായിട്ടുള്ള, ക്രിസ്റ്റലോജിക്കലായിട്ടുള്ള, എക്ലീഷ്യലായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് അതിന് ആഴവും അർത്ഥവും കൂടുതലായിട്ട് കിട്ടുന്നത്. സഭയിലെന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകും. വിശുദ്ധനായ ജോൺ ഹെൻറി ന്യൂമാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദ ഹോൾ കോഴ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി
is but one series of troubles and disorders. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ എക്കാലവും അത് ഡിസോർഡറുകളും ട്രബിൾസ് പ്രയാസങ്ങളും എന്നാണ് അർത്ഥം. എവറി സെഞ്ച്വറി ഈസ് ലൈക്ക് എവറി അതർ. ഓരോ നൂറ്റാണ്ടും കഴിഞ്ഞു പോയ നൂറ്റാണ്ട് പോലെയാണ്. ആൻഡ് ടു ദോസ് ഹു ലിവ് ഇൻ ഇറ്റ് സീംസ് വർസ് ദാൻ ഓൾ ടൈംസ് ബിഫോർ ഇറ്റ്. നമ്മളിപ്പോൾ പറയുമല്ലോ, ഈ കാലഘട്ടത്തിലാണ് സഭയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് കാർഡിനൽ ന്യൂമാൻ പറയുന്നത്. ദ ചർച്ച് ഈസ് എവർ എയിലിംഗ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. സഭ എന്നും വേദനിക്കുന്നവളാണ്. ദ ചർച്ച് ഈസ് എവർ എയിലിംഗ്. റിലിജിയൻ സീംസ് എവർ എക്സ്പയറിംഗ്. യഥാർത്ഥ മതം ലോകത്തിൽ നിന്ന് കെട്ടുപോകുന്നത് പോലെ. സിസംസ് ഡോമിനൻറ്റ്. വിഘടിത വാദങ്ങളും നിലപാടുകളും ചാടിക്കളിക്കുന്നു. ദ ലൈറ്റ് ഓഫ് ട്രൂത്ത് ഡിം. പ്രകാശം കുറഞ്ഞു പോകുന്നു. ഇറ്റ്സ് അഡ്ഹറൻസ് സ്കാറ്റേഡ്. അതിൻ്റെ അവകാശികൾ, അതിൻ്റെ മെമ്പേഴ്സ് സ്കാറ്റേഡ് ആയിട്ട് പോകുന്നു. അവർക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നില്ല. ദ കോസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് എവർ ഇൻ ഇറ്റ്സ് ലാസ്റ്റ് അഗനി. ഈശോ എന്ന യാഥാർത്ഥ്യം അതിൻ്റെ വേദനകളോടുകൂടി നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ സമയത്താണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ്. എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഗാന്ധിജി പലതവണ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷുകാരിൽ ഒരാളെ മാത്രമേ പൂർണ്ണ വിശ്വാസമുള്ളൂ, അത് ഈ ഹെൻറി ന്യൂമാൻ അച്ഛനെയാണെന്ന്. കാരണം അതുപോലെ അദ്ദേഹം സത്യം പറയുന്നയാളാകൊണ്ടാണ്. ഇപ്പോൾ സഭയ്ക്കുള്ള വേദനകൾ, പ്രയാസങ്ങൾ എന്നെല്ലാം പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, സ്വീകരിക്കേണ്ടതാണ്. വേദനകളിൽ നിന്ന് നമ്മൾ ഓടിപ്പോകുമ്പോൾ അവിടെ സഭയില്ല, അവിടെ ആത്മീയതയില്ല, അവിടെ നമ്മൾ ഒന്നിനെയും പ്രതിരോധിക്കുന്നില്ല. നമ്മുടെ ജീവൻ മാത്രം സംരക്ഷിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ നീങ്ങുകയാണ്. തോമസ് അക്കംബീസ് പറഞ്ഞു, ദ ഹോൾ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് വാസ് ക്രോസ് ആൻഡ് മാർട്ടിഡം. ഈശോ എന്ന് പറഞ്ഞാൽ കുരിശും രക്തസാക്ഷിത്വവുമാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ആൻഡ് യു ആർ ലുക്കിംഗ് ഫോർ റെസ്റ്റ് ആൻഡ് എൻജോയ്മെൻറ്റ്. നിങ്ങൾ ക്രൈസ്തവർ വിശ്രമവും അതിനിടയിൽ സന്തോഷവും അന്വേഷിക്കുകയാണല്ലേ? അവിടെയാണ് അതിൻ്റെ പൊരുത്തക്കേട്. ദ ഹോൾ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് വാസ് ക്രോസ് ആൻഡ് മാർട്ടിഡം. അപ്പം അത് നമ്മൾ അനുയായികൾ ഉൾക്കൊള്ളാനും അതിൻ്റെ പ്രസക്തമായ കാര്യങ്ങൾ സ്വന്തമാക്കാനും നിരന്തരമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ജീസസ് ഹാഡ് ദ സ്റ്റിഗ്മാത്ത. 5 മുറിവുകൾ തിരുമുറിവുകളാണ്, ഈശോയുടേതാണ്. ജീസസ് ഹാഡ് ദ സ്റ്റിഗ്മാത്ത. ഫ്രാൻസിസ് അസീസി വാസ് എ സ്റ്റിഗ്മാറ്റിസ്റ്റ്. ജീസസ് ഹാഡ് ദ സ്റ്റിഗ്മാത്ത. അസീസി വാസ് എ സ്റ്റിഗ്മാറ്റിസ്റ്റ്. ഈ 5 മുറിവുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങിയവനാണ്. വേറെ ആരും കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചതല്ല. അവിടെ ആണികളും കുന്തങ്ങളും ഒന്നും ഇല്ല. പാദ്രെ പിയോയ്ക്ക് 50 വർഷം സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. സ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആത്മീയത ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്തതും ഒരു പരിധിവരെ പാദ്രെ പിയോ ആണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് അസിസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞ 1-2 കുഞ്ഞു കാര്യങ്ങൾ ഇതാണ്. സ്റ്റിഗ്മാത്ത ഈസ് എ റിമൈൻഡർ. അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രൈസ്തവനോടും. ദ ക്രിസ്ത്യൻസ് ആർ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്.
മുറിവുകൾ ഓർമ്മപ്പെടുത്തുന്നത് ക്രൈസ്തവർ ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. ക്രൈസ്റ്റ്സ് വൂണ്ട്സ് ആർ സൈൻസ് ഓഫ് ലവ്. ഈശോയുടെ മുറിവുകൾ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. ദ സ്റ്റിഗ്മറ്റൈസ്ഡ് ആർ ദോസ് ഹു ബെയർ ദ സ്കാർസ് ഓഫ് ദ സഫറിങ്സ് ആൻഡ് ഇൻജസ്റ്റിസസ് they have endured or the mistakes they have made. The wounds of Christ's passion and death are the stigmata given to some Christians over the centuries, and they are reminders of the pain Jesus suffered in his flesh at the cross. ഈശോ മനുഷ്യ ശരീരത്തിൽ കുരിശിൽ കിടന്നപ്പോൾ അനുഭവിച്ച വേദനയുടെ അടയാളമാണ് അത്. സിയന്നായിലെ കാതറിനും സ്റ്റിഗ്മത്തകൾ ഉണ്ടായിരുന്നു. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ഈശോയാകുന്ന ആ ഒറിജിനൽ സ്റ്റിഗ്മത്ത, ആ മുറിവുകൾ അപൂർവമായിട്ടുള്ള ആളുകളിൽ അതുപോലെ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ചരിത്രം നോക്കുമ്പോൾ ആദ്യമായിട്ട് അസിസിയിലെ ഫ്രാൻസിസിനായിരിക്കാം, പിന്നീട് കാതറിൻ ഓഫ് സിയന്നായിക്കായിരിക്കാം, പിന്നീട് പാദ്രി പിയോയ്ക്കായിരിക്കാം. അതിനിടയിൽ അധികം നമ്മൾ അതേക്കുറിച്ച് കാണുന്നില്ല. കാരണം ഇവരുടെ വലിയ ആവേശകരമായ മിശിക അനുകരണത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കാലമാണ്. പാദ്രി പിയോയ്ക്കൊക്കെ 50-ലധികം വർഷങ്ങൾ ഈ സ്റ്റിഗ്മത്തകൾ 5 അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം അതിനു വേണ്ടി വേദനിച്ചു. അത് ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഇത് കാണാൻ വേണ്ടി വരുന്ന ആളുകളെ തടയുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്ത കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിക്ക് തന്ന സമയം ഏകദേശമായി. ഞാൻ 1-2 മിനിറ്റ് കൂടെ എടുത്ത് അവസാനിപ്പിച്ചുകൊള്ളാം. ഇത് നമ്മൾ വളരെ ഗൗരവതരമായിട്ട് എടുക്കേണ്ട ഒരു ആധ്യാത്മിക അടയാളമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്റ്റിഗ്മത്ത എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അത് ചരിത്രത്തിൻ്റെ ചില അവസരങ്ങളിൽ തർക്കവിഷയങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പരിശുദ്ധ പിതാക്കന്മാർ തന്നെ കലാകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തേക്കാം. യൂറോപ്പിലൊക്കെ ഇടക്കാലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിരുന്നു. 5 മുറിവുകൾ ഒരു പിച്ചാത്തി കൊണ്ട് വേണമെങ്കിൽ നമുക്ക് സ്വയമേ ചെയ്യാം. അതാണ് മാർപ്പാപ്പ ഉദ്ദേശിച്ചത്. പബ്ലിസിറ്റിക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയേക്കാം. സഭയെന്നും അതേക്കുറിച്ച് പഠിക്കുകയും തർക്കവിഷയമായിട്ടെടുക്കുകയും റോമിൽ നിന്ന് പരിശുദ്ധ പിതാക്കന്മാർ അതിൽ ഇടപെടുകയും എല്ലാം ചെയ്ത നാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒപ്പം തന്നെ സ്റ്റിഗ്മത്തകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഹിസ്റ്റേറിയ എന്നൊക്കെ പറയുന്ന രോഗങ്ങളുണ്ടല്ലോ, നമുക്ക് ശരിക്കും നോർമലല്ലാത്ത അവസ്ഥയിൽ വരുമ്പോൾ അങ്ങനെയുള്ള സ്ഥിതികളുള്ള അല്ലെ വൈകല്യങ്ങളുള്ള ആളുകൾ പറഞ്ഞിരുന്നു, എനിക്ക് സ്റ്റിഗ്മത്ത ഉണ്ട്, പക്ഷേ എനിക്ക് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതാരെയും കാണിക്കരുതെന്ന്. അതാണ് അങ്ങനെയുള്ള കാലഘട്ടങ്ങളും സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സഭയുടെ ഭാഗത്തുനിന്ന് പാദ്രി പിയോയുടെ പോലും ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റിഗ്മത്തകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു റിസർവേഷൻ ഔദ്യോഗികമായിട്ടുള്ള സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ എപ്പോഴും ക്രിസ്റ്റലോജിക്കലായിട്ട്, എക്ലീസിയോളജിക്കലായിട്ട്, ബിബ്ലിക്കലായിട്ട് കാണണമെന്നും അത് പ്രത്യക്ഷപ്പെട്ട് സ്വീകരിച്ച ആളുകൾ അതിൻ്റെ പരിശുദ്ധമായ രീതിയിൽ അതിനെ കണ്ടവരാണെന്നും വിശ്വാസികളുടെ സമൂഹം തിരിച്ചറിയണം എന്ന് ഔദ്യോഗിക സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യവും നമ്മൾ മറന്നു കളയരുത്. പൗലോസ്ലീഹായുടെ അനുഭവം, കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ സംക്ഷിപ്ത രൂപം, അതുപോലെ തന്നെ ഒട്ടനവധി വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഇത്തരം മുറിവുകളെക്കുറിച്ചുള്ള ആത്മീയമായിട്ടുള്ള ചിന്തകളും വിചാരങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ വിശദമായിട്ട് ഈ ദിവസം അസിസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റിഗ്മാത്തയെക്കുറിച്ച് പിന്നീട് ക്ലാസ്സുകൾ ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ ഒരു ചെറിയ ആമുഖം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അല്പമെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ശരീരത്തിൽ വേദനകൾ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്നതല്ല, ക്രിയേറ്റ് ചെയ്യുന്നതല്ല സ്റ്റിഗ്മാത്തകൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് അനുവദിക്കുന്ന കൃപയുടെ ഒരു ഒഴുക്കാണത്. കർത്താവ് അനുവദിക്കുന്ന, അതാണല്ലോ ഫ്രാൻസിസ് ലാബ്രണ്ണാമലയിൽ നിന്നപ്പോൾ ചിറകുകളോടുകൂടി മിശിഹ ഉദ്ധിതൻ പ്രത്യക്ഷപ്പെട്ട് അവന് കൊടുത്ത കാര്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രിസ്റ്റോളജിക്കൽ ഫൗണ്ടേഷൻ, ഈശോയുമായിട്ടുള്ള ബന്ധം വളരെ വ്യക്തമാണല്ലോ. അപ്പം അത് ആ ഒരു ഫ്രാൻസിസ്കൻ ലെഗസി ട്രഡീഷൻ, അതിനൊരു അനശ്വരതയുണ്ട്. ഇന്ന് ലോകം മുഴുവനും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് വഴി, ഈ ആധ്യാത്മികമായ ജീവിതക്രമത്തിന് വലിയൊരു മാനം കൈവന്നിട്ടുണ്ട്. മായ സഹോദരങ്ങളും വൈദികരും സമർപ്പിത സഹോദരിമാരും അതിനോട് കൂടുതലായിട്ട് അതിനെ ചേർത്ത് നിർത്തുകയും ഈ ഫ്രാൻസിസ്കൻ പുണ്യ പാരമ്പര്യത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു റീ എവാഞ്ചലൈസേഷൻ്റെ ഒരു ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അസിസിയിലെ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ ജീവിതക്രമവും ഈ സ്റ്റിഗ്മാത്തായും ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു ഘടകമാണ്. ഒരു റിനൈസാൻസിൻ്റെ, ഒരു നവോത്ഥാനത്തിൻ്റെ, ഒരു ഉണർവിൻ്റെ അടയാളമായിട്ട് നമ്മൾ ഈ പുണ്യവാനെയും ആ പുണ്യവാൻ്റെ ഈ ഇത്തരം ആത്മീയ സവിശേഷതകളെയും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹമായിരിക്കാം ലോകത്തിലെ ഏക വ്യക്തി, ദ വൺ ഹൂ ചലഞ്ച്ഡ് ഹിംസെൽഫ്. ഫ്രാൻസിസ് ചലഞ്ച്ഡ് ഹിംസെൽഫ്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. മറ്റാരെയും പോയി കീഴ്പ്പെടുത്താനല്ല അദ്ദേഹം പരിശ്രമിച്ചത്, അദ്ദേഹത്തെ തന്നെ കീഴ്പ്പെടുത്തി. ദാരിദ്ര്യത്തെ കല്യാണം ചെയ്ത് കളയാം എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷികളോട് പ്രസംഗിച്ച് കളയാം എന്നാണ് അദ്ദേഹം കണ്ടത്. അങ്ങനെയുള്ള ആ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഡെപ്ത് എന്ന് പറയുന്നത് ഈശോ നൽകുന്നതാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കി എടുത്തതാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ കിട്ടുന്ന ഒരു ഉണർവാണ് ഈ ലെഗസി, ഈ ഫ്രാൻസിസ് അസീസിയുടെ ആധ്യാത്മിക കരുത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ സമയം ഏൽപ്പിക്കപ്പെട്ട സമയം തീർന്നതിനാൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇന്ന് വരാനും നിങ്ങളുടെ കൂട്ടത്തിൽ ഈ നിമിഷങ്ങളായിരിക്കാനും സാധിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. എനിക്ക് 11:15 മെഡിസിറ്റിയിൽ നിന്നും അടിയന്തരമായൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം പോകേണ്ടതുണ്ട്. ഞാൻ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യലിസ്റ്റിനെ ജോർജ് ആൻ്റണീസിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും വിശുദ്ധിയും സാമർഥ്യവും എനർജിയും ഒരു പുത്തൻ ഉന്മേഷം ഈ വലിയ സമൂഹത്തിനും സമൂഹങ്ങൾക്കും നൽകിയിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ് അച്ഛനെ കാണുന്നതും അതിനെക്കുറിച്ച് ഓർക്കുന്നതുമെല്ലാം. അതുപോലെ തന്നെ ഈ കാപ്പിച്ചിൻ ആശ്രമം കലാരൂപതയുടെ ഒരിക്കലും കെടാതെ നിൽക്കുന്ന ഒരു അഗ്നിയാണ്. സംസാരിക്കാനും ദൈവവചനം കേൾക്കാനും അല്ലെങ്കിൽ എന്ത് ആവശ്യം വന്നാലും ഇവിടുത്തെ അച്ഛന്മാരോട് പറഞ്ഞാൽ അവർ ഓടിയെത്തും. അങ്ങനെ രൂപതയ്ക്ക് വലിയ ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് നിൽക്കുന്ന കേന്ദ്രം കൂടിയാണിത്. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സംസാരിച്ച് വിശുദ്ധ കുർബാനയിൽ